പല ആളുകളും സംശയം ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പവർ കട്ടും പവർ ഫെയിലിയറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ പവർ കട്ട് എന്ന് പറയുന്നത് പിണറായി വിജയൻ സർക്കാർ നാട് ഭരിക്കുമ്പോൾ ഈ പിന്നെ ലൈനിലൊക്കെ ഉണ്ടാവുന്ന തടസ്സങ്ങൾ നീക്കാൻ വേണ്ടി 5-10 മിനിറ്റ് കറണ്ട് ഓഫാക്കിയിട്ട് അത് ശരിയാക്കും. എന്നിട്ട് വീണ്ടും കറണ്ട് വരും. അതിനെ ആണ് പവർ കട്ട് എന്ന് പറയണത്. ഇപ്പോൾ ഉള്ളത് പവർ ഫെയിലിയറാണ്. ഈ പവർ ഫെയിലിയർ എന്ന് പറയണത് അത് ശാസ്ത്രീയമായിട്ട് നമ്മൾ വിശദീകരിക്കുകയാണെങ്കിൽ ഈ വൈദ്യുത ആഗമന ബഹിർഗമന നിർഗമന യന്ത്രത്തിൽ അതിൻ്റേതായ സ്വിച്ചും കൺസ്ട്രക്ഷൻ വർക്കിലുണ്ടാവുന്ന പ്രശ്നങ്ങളുടെ പരിമിതമായ ലഭ്യതയും അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മത്തിൽ വരുന്ന അനിയന്ത്രിതമായ വേരിയേഷൻസും നമ്മുടെ ഈ കറണ്ടിൻ്റെ സംബന്ധിച്ചിടത്തോളം വലിയതായിട്ടുള്ള ഫെയിൽഡ് ആൻഡ് ഡെപ്പോസിറ്റ് പ്രോബ്ലം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ വരുന്ന ഈ ഫെയിൽഡ് ആൻഡ് ഡെപ്പോസിറ്റ് പ്രോബ്ലത്തിൻ്റെ ഭാഗമായിട്ട് സർക്കാരിന് 1 മണിക്കൂറോ 2 മണിക്കൂറോ നമുക്ക് കറണ്ട് ഓഫ് ചെയ്തിട്ടുണ്ട് ഗതികേട് വരുന്നുണ്ട്. ഇതെല്ലാവരും മനസ്സിലാക്കണം. കാരണം ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഈ വൈദ്യുതി ലൈനിലുള്ള തടസ്സങ്ങൾ കൃത്യമായി മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് അത് അവിടെ ചില സ്വിച്ച് ഓഫ് ചെയ്ത് ചില ലൈനിലൊക്കെ ക്ലിയർ ചെയ്യേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു 10 മിനിറ്റ് അത് ഭയങ്കര അപകടകരമായിട്ട് മനഃപൂർവ്വം ജനങ്ങളോടുള്ള വെല്ലുവിളിയായിരുന്നു പിണറായി ചെയ്തത്. ഇപ്പം അങ്ങനെയല്ല. ജനങ്ങളെ സ്നേഹിച്ചുകൊണ്ട് 1/2 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ ഈ സ്വിച്ചിൻ്റെ ഫെയിലിയറിൽ സിസ്റ്റത്തിൽ വരുന്ന ആ നോബിങ് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ തകരാറ് മാറ്റുന്നതിൻ്റെ ഭാഗമായി KSEB ചെയ്യുന്നതാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഫെയിൽഡിങ് ഡിപ്പോസിറ്റ് ആൻഡ് നെഗോസിയേഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ കൺസർവേറ്റീവ് ഡിപ്പോസിറ്റേഷൻ എന്നൊക്കെ പറയും. അതൊന്നും ഇപ്പോൾ സാധാരണക്കാരന് മനസ്സിലാവില്ല. ഞങ്ങൾ ഈ ബുദ്ധിജീവികൾക്ക് കോൺഗ്രസ്സുകാർക്കും UDF-കാർക്കും മാത്രം മനസ്സിലാവുന്ന ഒരു ചില കാര്യങ്ങളാണ് അത്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതെന്താ വെച്ചാൽ 5 കൊല്ലം UDF-കാർ പറഞ്ഞ നുണ നിങ്ങൾ വിശ്വസിച്ചു. ഇനിയിപ്പോൾ ഒരു 5 കൊല്ലം നുണയും വിശ്വസിക്കണം, നിങ്ങൾ സഹിക്കും വേണം. അതിനിപ്പോൾ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. എന്നാൽ ശരി, എന്നാൽ ഇനി അനുഭവിക്കല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല. ഇല്ല, പവർ കട്ടില്ല, ചിലപ്പോൾ പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ട്. ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ ഇന്നലെ ഇങ്ങോട്ട് വരുന്നതിന് മുൻപായിട്ട് നിയമസഭ കഴിഞ്ഞിട്ട് വൈദ്യുതി വകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ചിരുന്നു. അവർ നേരത്തെ ഒരു പത്രക്കുറിപ്പ് കൊടുത്തിരുന്നു. നമ്മളുടെ ചില ലൈനുകളിൽ ഗുരുതരമായ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ റിപ്പയർ വർക്ക് നടക്കുകയാണ്. ആ റിപ്പയർ വർക്കിൻ്റെ ഭാഗമായിട്ട് തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് ഈ ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് തന്നെ ഒരു വാർത്താക്കുറിപ്പ് കൊടുത്തിരുന്നു. ആ തടസ്സങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കുറച്ച് ദിവസം കൂടി ആ ഒരു പ്രയാസം ഉണ്ടാകും. അതിനോട് ആളുകൾ സഹകരിക്കും. എത്രയും വേഗത്തിൽ ആ പ്രതിസന്ധികളും പ്രയാസങ്ങളും പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. പവർ കട്ടല്ല, പവർ ഫെയിലിയർ ഉണ്ടാകും.